നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളായ സ്കൂട്ടർ, കാറ് എന്നിവയെല്ലാം പ്രവർത്തിപ്പിക്കാനുള്ള ഊർജം അതിന് ലഭിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ബാറ്ററിയിൽ നിന്നാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഇലക്ട്രിസിറ്റി ശേഖരിച്ച് വെക്കുക, ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുക എന്ന് തന്നെയാണ് ബാറ്ററിയുടെ ഉദ്ദേശ്യവും. നമുക്ക് പരിചയമുള്ള ഒരു ബാറ്ററിയാണ് കാർബൺ സിങ്ക് ബാറ്ററി. നമ്മളുടെ ടോർച്ചിലും റിമോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ബാറ്ററി. അതിൻ്റെ ഉള്ളിലെ പവർ തീർന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുകയാണ് പതിവ്. അതിനുശേഷം വന്നവയാണ് റീചാർജബിൾ ബാറ്ററികൾ. നമ്മളുടെ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും ഇലക്ട്രിക് കാറുകളിലും എല്ലാം ഉപയോഗിക്കുന്നത് ഇത്തരം റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ബാറ്ററികളാണ്. എന്നാൽ ഇത്തരം ബാറ്ററികൾ നിർമ്മിക്കുന്നതിനുള്ള ചെലവ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് സത്യം. ഒരു ഇലക്ട്രിക് കാറിന്റെ ആകെ വിലയുടെ 30 മുതൽ 40% അതിന്റെ ബാറ്ററിക്ക് വേണ്ടിയാണ് ചിലവാകുന്നത്. ഇത്തരം ബാറ്ററികളെല്ലാം ലിഥിയം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബാറ്ററികളാണ്. ലിഥിയം അയോൺ ബാറ്ററി എന്നാണ് ഇതിനെ സാധാരണഗതിയിൽ പറയുക. എന്നാൽ ഇപ്പോൾ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ബാറ്ററികളുടെ മേഖലയിൽ ഒരു വമ്പൻ കുതിപ്പിന് ഒരുങ്ങുകയാണ് ലോകം. സോഡിയം അയോൺ ബാറ്ററി. ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം. ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാറ്ററിയുടെ സാങ്കേതികതയെ പറ്റി നിങ്ങൾക്ക് നേരത്തെ അറിവുണ്ടായിരിക്കും. ശേഖരിച്ച് വെച്ചിരിക്കുന്ന കെമിക്കൽ എനർജിയെ ഇലക്ട്രിക് എനർജിയാക്കി മാറ്റുകയാണ് ബാറ്ററികൾ ചെയ്യുന്നത്. ഒന്നോ അതിലധികമോ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ അടങ്ങിയതാണ് ബാറ്ററികൾ. ബാറ്ററിയുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡ്, അതുപോലെ ഇലക്ട്രോലൈറ്റ് എന്നിങ്ങനെ 3 ഘടകങ്ങളാണ് ഉള്ളത്. പോസിറ്റീവ് ഇലക്ട്രോഡിനെ കാഥോഡ് എന്നും നെഗറ്റീവ് ഇലക്ട്രോഡിനെ ആനോഡ് എന്നുമാണ് പറയുന്നത്. പോസിറ്റീവ്, നെഗറ്റീവ് ഇലക്ട്രോഡുകൾക്കിടയിൽ അയോണുകളുടെ നീക്കത്തിനെ സഹായിക്കുന്നതാണ് ഇലക്ട്രോലൈറ്റുകൾ. ചുരുക്കി പറഞ്ഞാൽ ബാറ്ററി ഏതെങ്കിലും ഉപകരണത്തിൽ ഘടിപ്പിക്കപ്പെടുമ്പോൾ ഇലക്ട്രോണുകൾ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഒഴുകും. ഇലക്ട്രോണുകളുടെ ഈ ഒഴുക്ക് മൂലമാണ് ബാറ്ററി ഇലക്ട്രിസിറ്റി പുറപ്പെടുവിക്കുന്നത്. പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിങ്ക് കാർബൺ ബാറ്ററിയും ആൽക്കലൈൻ ബാറ്ററികളും എല്ലാം ഡിസ്പോസിബിൾ ആണ്. ഒരിക്കൽ അതിനുള്ളിലെ കെമിക്കൽ റിയാക്ഷൻ നിലച്ചു കഴിഞ്ഞാൽ പിന്നീട് അവ വൈദ്യുതി അല്ലെങ്കിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കില്ല. അവ ചത്തു എന്ന് തന്നെ പറയാം. പക്ഷേ അയോൺ ബാറ്ററീസ്, ലിഥിയം അയോൺ പോലുള്ള ബാറ്ററികൾ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നവയാണ്. കാഥോഡിനും ആനോഡിനും ഇടയിലായി ലിഥിയം അയണുകളുടെ നീക്കത്തിലൂടെയാണ് ഇത്തരം ബാറ്ററികൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. റീചാർജ് ചെയ്തുകൊണ്ട് 100 കണക്കിന്, ചിലപ്പോൾ 1000 സൈക്കിളുകളിൽ ഇത്തരത്തിൽ ലിഥിയം അയോൺ ബാറ്ററികൾക്ക് വൈദ്യുതി പുറപ്പെടുവിക്കാനായിട്ട് കഴിയും. എന്നാൽ ഇപ്പോൾ നമ്മൾ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലിഥിയം അയോൺ ബാറ്ററിക്ക് അപ്പുറത്തേക്ക് എന്താണുള്ളത് എന്ന്, എന്ത് ചെയ്യാൻ കഴിയും എന്ന് ലോകം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിഥിയം അയോൺ ബാറ്ററികൾ ഇത്രമാത്രം എഫിഷ്യന്റ് ആണെങ്കിൽ, കാര്യക്ഷമമാണെങ്കിൽ പിന്നെ എന്തിന് അതിനപ്പുറത്തേക്ക് മറ്റൊരു ബാറ്ററിയെ പറ്റി ചിന്തിക്കണം? അതിന് പ്രധാന കാരണം ലിഥിയം ഉൽപ്പാദിപ്പിക്കുന്നതിലെ ചെലവ് തന്നെയാണ്. ലിഥിയം ഭൂമിയിൽ അത്ര സുലഭമായ ഒരു മിനറലല്ല. മാത്രവുമല്ല, ഇത് കുഴിച്ചെടുക്കുന്നതിൽ, മൈൻ ചെയ്യുന്നതിലും പ്രോസസ് ചെയ്യുന്നതിലും ചെലവേറെയാണ് താനും. ലോകത്തിൽ ഇന്ന് സപ്ലൈ ഉള്ളതിൽ 70% ലിഥിയം ഉൽപ്പാദിപ്പിക്കുന്നത് ചിലെ, ചൈന, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ്. അതിൽ തന്നെ ചൈനയാണ് ലോകത്തിലെ ലിഥിയം സപ്ലൈയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. ലിഥിയം മൈൻ ചെയ്യുന്നതിനും എക്സ്ട്രാക്ട് ചെയ്യുന്നതിനും ധാരാളം ജലം ഉപയോഗിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതുണ്ടാക്കുന്ന പരിസ്ഥിതി മലിനീകരണവും വലുതാണ്. ലോകത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉൽപ്പാദനവും ഉപയോഗവും കൂടുന്നതനുസരിച്ച് ലിഥിയത്തിന്റെ ആവശ്യകതയും വർദ്ധിക്കുന്നു. ഈ കാരണം കൊണ്ട് തന്നെ ലിഥിയം അയോൺ ബാറ്ററികളെക്കാൾ ചെലവ് കുറഞ്ഞ ഒരു ബദൽ സംവിധാനത്തിനെ കുറിച്ച് ലോകം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ബദൽ അന്വേഷണമാണ് സോഡിയം അയോൺ ബാറ്ററിയുടെ നിർമ്മാണത്തിന് വഴിവെച്ചിരിക്കുന്നത്. സോഡിയം അയോൺ ബാറ്ററിയിൽ ലിഥിയത്തിന് പകരം സോഡിയം അയോൺ ആണ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. നമ്മുടെ കടൽ ജലത്തിലും അല്ലെങ്കിൽ കറിയുപ്പിലും കാണുന്ന അതേ സോഡിയം തന്നെയാണ്. ലിഥിയം അയോൺ ബാറ്ററിയെ പോലെ തന്നെ സോഡിയം അയോൺ ബാറ്ററിക്കും ഒരു കാഥോഡ്, ആനോഡ്, ഇലക്ട്രോലൈറ്റ് എന്നീ ഘടകങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ വ്യത്യാസം എന്താണെന്നാൽ, മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ലിഥിയത്തിന് പകരം സോഡിയമാണ് ഈ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത് എന്നതാണ്. എന്തുകൊണ്ട് സോഡിയം, അല്ലെങ്കിൽ എന്താണ് സോഡിയത്തിന്റെ പ്രത്യേകത? ലിഥിയത്തെ അപേക്ഷിച്ച് സോഡിയത്തിന്റെ പ്രത്യേകത എന്താണ്? സോഡിയം ഭൂമിയിൽ സുലഭമായി കിട്ടുന്ന ഒരു മൂലകമാണ്. ഭൂമിയിൽ ഏറ്റവും സുലഭമായ മൂലകങ്ങളുടെ കൂട്ടത്തിൽ 6ാം സ്ഥാനത്തുള്ളതാണ് സോഡിയം. ചാർജ് ചെയ്യുമ്പോൾ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ഇലക്ട്രോലൈറ്റിലൂടെ സോഡിയം അയോണുകൾ നീങ്ങുന്നു. അല്ലാത്ത സമയങ്ങളിൽ, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സോഡിയം അയോണുകൾ തിരിച്ച് കാഥോഡിലേക്ക് നീങ്ങുകയും ഈ നീക്കം ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇതാണ് സോഡിയം അയോൺ ബാറ്ററിയുടെ പ്രവർത്തന രീതി. ലിഥിയം അയോൺ ബാറ്ററിക്ക് ബദലായി അവതരിപ്പിക്കപ്പെടുന്ന സോഡിയം അയോൺ ബാറ്ററിക്ക് അതിൻ്റെതായ ഗുണങ്ങളും ചില ദോഷങ്ങളുമുണ്ട്. കടൽ വെള്ളത്തിലടക്കം ഭൂമിയിലെമ്പാടും കാണപ്പെടുന്ന ഒരു വസ്തുവാണ് സോഡിയം, ഒരു മൂലകമാണ് സോഡിയം എന്നതാണ് ഒന്നാമത്തെ മെച്ചം. ഖനനം ചെയ്യാനോ എക്സ്ട്രാക്ട് ചെയ്യാനോ ലിഥിയത്തെക്കാൾ എളുപ്പമാണ് സോഡിയം എന്നുള്ളത് മറ്റൊരു മെച്ചമാണ്. അമിതമായി ചൂടാവുകയും തീപിടിക്കാനും ഇടയുള്ള സാഹചര്യം ലിഥിയത്തെ അപേക്ഷിച്ച് സോഡിയത്തിന് കുറവാണ്. എക്സ്ട്രാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഖനനം ചെയ്യാനോ ലിഥിയത്തെക്കാൾ എളുപ്പമാണ് സോഡിയം എന്നുള്ളത് കൊണ്ട് തന്നെ ലിഥിയം ഖനനം ചെയ്യുമ്പോഴുള്ള
പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് മറ്റൊരു മെച്ചമാണ്. തണുത്തുറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും സോഡിയം അയോൺ ബാറ്ററികൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് ഇനിയും മെച്ചമായി പറയുന്നു. എന്നാൽ സോഡിയം അയോൺ ബാറ്ററികൾക്ക് അതിൻ്റെതായ ചില ദോഷവശങ്ങൾ അല്ലെങ്കിൽ ചില ഡീമെറിറ്റുകളുമുണ്ട്. അതിൽ ഒന്നാമത്തത് സോഡിയം ആറ്റം ലിഥിയത്തേക്കാൾ വലുപ്പമേറിയതും ഭാരമേറിയതുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലിഥിയം അയോൺ ബാറ്ററികൾ കാഴ്ചവെക്കുന്ന അത്ര ഒരു പെർഫോമൻസ് ഒരു പക്ഷേ സോഡിയം അയോൺ ബാറ്ററികൾ കാഴ്ചവെക്കണമെന്ന് ഇല്ല. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം, സോഡിയം അയോൺ ബാറ്ററികൾ അതിൻ്റെ പ്രാരംഭ ദശയിൽ മാത്രമാണ്. തീർച്ചയായിട്ടും മെച്ചപ്പെടുത്തലുകൾ ധാരാളം അതിൽ വരാനുള്ളതുമാണ്. ലിഥിയം അയോണിനെ അപേക്ഷിച്ച് സോഡിയത്തിന്റെ ഭാരക്കൂടുതൽ കൊണ്ട് തന്നെ ബാറ്ററിയുടെ ഭാരത്തിനനുസരിച്ചുള്ള ഒരു എനർജി ഉൽപ്പാദനം ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ സോഡിയം അയോൺ ബാറ്ററികൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു മേഖലയിൽ ഇപ്പോഴും ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല. ലിഥിയം അയോൺ ബാറ്ററികളെക്കാൾ വലിപ്പം കൂടുതലായിരിക്കും സ്വാഭാവികമായും സോഡിയം അയോൺ ബാറ്ററികൾക്ക്. അതുകൊണ്ട് തന്നെ ബാറ്ററി വെക്കാനുള്ള ഒരു എക്സ്ട്രാ സ്പേസ് കണ്ടെത്തണമെന്നുള്ളത് മറ്റൊരു പോരായ്മയാണ്. മുമ്പേ പറഞ്ഞതുപോലെ സോഡിയം അയോൺ ബാറ്ററി അതിന്റെ ഉൽപാദനത്തിന്റെ പ്രാരംഭ ദശയിലാണ്. തീർച്ചയായിട്ടും പുതിയ പുതിയ കണ്ടെത്തലുകളും പരീക്ഷണങ്ങളും ഈ മേഖലയിൽ നടക്കാനുള്ളതാണ്. ഭാവിയിൽ സോഡിയം അയോൺ ബാറ്ററികളുടെ ഉപയോഗം അതിന്റെ മെച്ചമായ അവസ്ഥയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോഡിയം അയോൺ ബാറ്ററിയുടെ ഉൽപാദനത്തിലും പരീക്ഷണത്തിലും CATL, ഫെർഡയോൺ, നാട്രൺ എനർജി തുടങ്ങിയ വമ്പന്മാർ ധാരാളമുണ്ട്. ഇവരെല്ലാം സോഡിയം അയോൺ ബാറ്ററിയുടെ ഉൽപാദനത്തിലും പരീക്ഷണത്തിലും വലിയ മുതൽ മുടക്കാണ് നടത്തിയിരിക്കുന്നത്. കാരണം ചെലവ് കുറഞ്ഞ സോഡിയം അയോൺ ബാറ്ററിയുടെ ഉൽപാദനം ലോകത്തിലെ വിവിധ മേഖലകളിൽ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഉദാഹരണത്തിന് ചെലവ് കുറഞ്ഞ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇലക്ട്രോണിക് വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. സൗരോർജ്ജത്തിൽ നിന്നോ കാറ്റിൽ നിന്നോ ഒക്കെ ഉണ്ടാക്കുന്ന വൈദ്യുതി ശേഖരിച്ച് വയ്ക്കാൻ ഉള്ള സാധ്യത ഉണ്ടാകും. ഇതെല്ലാം സോഡിയം അയോൺ ബാറ്ററി സഫലമാകുന്നതോടുകൂടി ഊർജ്ജ മേഖലയിൽ നടക്കാൻ പോകുന്ന വമ്പൻ മുന്നേറ്റങ്ങളാണ്. ഒരുപക്ഷെ ഭാവിയിൽ സോഡിയം ലിഥിയം അയോൺ ബാറ്ററികളുടെ ഒരു ഹൈബ്രിഡ് ശൃംഖല ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാരണം ലോകത്തിൽ ഊർജ്ജത്തിന്റെ ആവശ്യവും അതിന്റെ ഉപഭോഗവും അത്ര വളരെ വലുതാണ്. എന്നാൽ കാര്യക്ഷമമായി സുരക്ഷിതമായി ഊർജം ശേഖരിച്ചു വെക്കുക എന്നുള്ളതാണ് എപ്പോഴത്തെയും ഒരു വെല്ലുവിളി. ഒരുപക്ഷെ ഈ വെല്ലുവിളിക്ക് ഒരു ഉത്തരമാണ് സോഡിയം അയോൺ ബാറ്ററി യാഥാർത്ഥ്യമായാൽ ഉണ്ടാകാൻ പോകുന്നത്. ലിഥിയം അയോൺ ബാറ്ററി ഉപയോഗിക്കുന്ന എല്ലാ മേഖലകളിലും ഒരുപക്ഷെ സോഡിയം അയോൺ ബാറ്ററികൾ ഉപയോഗിക്കാൻ സാധിച്ചെന്ന് വരികയില്ല. കാരണം സോഡിയം അയോൺ ബാറ്ററിയുടെ വലുപ്പവും ഭാരവും തന്നെ. എന്നാൽ നാളത്തെ ഒരു ലോകത്ത് ലിഥിയം അയോൺ ബാറ്ററികൾക്ക് ചെയ്യാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സോഡിയം അയോൺ ബാറ്ററിക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പുള്ള കാര്യമാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.